ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ആറേശ്വരം ഷഷ്ടി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കാലത്തോടെ തന്നെ ഇറങ്ങിയിട്ടോ. കാലത്തൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ആറേശ്വരം അമ്പലത്തിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേര് ലൊക്കേഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കോടാലിയിൽ നിന്ന് വരുന്ന കാരണം കൊണ്ട് വാസുപുരം എത്തുന്നതിന് മുമ്പ് ഞങ്ങൾ ലെഫ്റ്റിക്ക് തിരിയണം. നിങ്ങൾ കൊടകര റൂട്ട് വഴി വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാസുപുരം സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് റൈറ്റിലേക്ക് തിരിയാട്ടോ. അപ്പം നമ്മൾ വരുന്ന വഴിക്ക് ഒരു ചെറിയ കാവടിയുടെ സെറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരത്തൊക്കെ കണ്ടു നിന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സ്കൂട്ടിയും കൊണ്ട് നമ്മൾ മുകളിലേക്ക് കയറാൻ പറ്റുന്നൊക്കെ നോക്കി. പക്ഷെ അവിടെ 2 പോലീസുമാർ നിൽക്കുന്നുണ്ട്, ഒരാളും കയറ്റി വിടുന്നില്ല. അപ്പോൾ നേരെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആറാശ്രമം അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ നേരെ പോയിട്ട് അവിടെ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ വണ്ടി വെച്ചിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. ഞങ്ങൾ വന്നത് ഒരു 9 മണി സമയത്താണ് കേട്ടോ. അപ്പം തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു, നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. അതേ റോഡുകളിലൊക്കെ വണ്ടികൾക്കൊന്നും പോകാൻ സ്ഥലമില്ല, അത്രയും പെരുത്ത ആൾക്കാരായിരുന്നു. ഇതൊന്നും അല്ലാട്ടോ, ശരിക്കും നല്ല രീതിയിൽ തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതേ അച്ഛനും മോളും വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ നടക്കാൻ കേട്ടോ. നമുക്കൊരു സൈഡ് വലിവ് വന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് കരിമ്പാണ് കേട്ടോ. പിന്നെ ഓരോ പലഹാരങ്ങളുടെ കടകൾ കാണുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് അങ്ങോട്ടൊക്കെ തിരിയും കേട്ടോ. അപ്പോൾ അതേ ഞങ്ങൾ മുകളിൽ കയറുന്നുണ്ട്. നല്ല അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലാണെങ്കിൽ കാത്തുവാണെങ്കിൽ ഓരോ കട കാണുമ്പോഴും അമ്മ അത് മേടിച്ചിട്ടാ ഇത് മേടിച്ച അങ്ങനെ പറയാനറിയില്ല. അമ്മ അമ്മ എന്നൊക്കെ പറയുള്ളൂ കേട്ടോ കാത്തു. അപ്പം അതേ നോക്കുമ്പോൾ ബലൂൺ എടുക്കുന്നുണ്ട്. അപ്പം ഞാൻ നൈസായിട്ട് കാത്തുവിനെ താഴെ ഇറക്കിയിട്ട് മാധു അല്ലെങ്കിൽ കാത്തു അച്ഛൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്തെന്ന് പറയാം കേട്ടോ. അപ്പം അച്ഛനാണെങ്കിൽ കേൾക്കാത്ത പാതി ഇങ്ങനെ കേട്ടിട്ടും കേൾക്കാത്ത പോലെ അങ്ങോട്ട് നടന്നു പോകണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഇവിടെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ചില്ലറ കാശൊന്നും അല്ല. അപ്പം പിന്നെ പ്രത്യേകിച്ച് അറിയാലോ, നമ്മൾ ഈ പൂരത്തിനൊക്കെ ഷഷ്ടിക്കൊക്കെ വരികയാണെങ്കിൽ ഇങ്ങനത്തെ കടകളിൽ കയറുകയാണെങ്കിൽ 50 രൂപയുടെ സാധനമൊക്കെ അവർ 100 രൂപ പറയും. സാധാരണ ഞങ്ങൾ അങ്ങനെ മേടിക്കാറില്ലേ, നമ്മൾ പറയും വേറെ കടയിൽ നിന്ന് മേടിച്ചതാന്ന് പറയട്ടോ. അപ്പോൾ കാത്തുനിന്ന് ഇറക്കി വിട്ടപ്പോഴേക്കും കാത്തുവിൻ്റെ പാട് നോക്കി പോകാനിടാണ്ട് ഞാൻ വേഗം തന്നെ കാത്തുവിനെ എടുത്തു, അല്ലെങ്കിൽ കാത്തുവിനൊക്കെ മിസ്സായി പോവും. ഇതേ മല കയറി തുടങ്ങി. ഇതെന്താ ആറേശ്വരം അമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ ശബരിമല എന്ന് പറയാം. അപ്പോൾ ഈ ഒരു എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു കയറ്റം തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ 4 ഇരട്ടി അല്ലെങ്കിൽ 10 ഇരട്ടി കയറ്റം ഉണ്ടെന്ന് പറയണ്ടായി അപ്പുകേട്ട ശബരിമല, നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ മാധു ഏറ്റവും ഫസ്റ്റൊക്കെ ഇങ്ങനെ കയറുന്ന വഴിക്ക് വയ്യാന്ന് പറഞ്ഞെങ്കിലും പിന്നീട് നോക്കുമ്പോൾ മാധു നല്ല ജെറ്റ് പോണ പോലെ സ്പീഡിൽ പോകണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടി പതുക്കെ പറ്റുന്നുണ്ടായല്ലോ. അപ്പോഴേക്കും മാധുവിനെ കാണാണ്ടായി. മാധു ആണെങ്കിൽ സ്പീഡിൽ കയറി പോകാറുണ്ട് കേട്ടോ. ഞങ്ങൾ കണ്ടില്ലേ തിരക്ക്. ഇങ്ങനെ മുകളിൽ കയറി വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഈ പടികൾ കയറിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് താഴ്ത്തിക്ക് നോക്കിയപ്പോൾ എൻ്റെ പൊന്നി എത്രയും പെരുത്ത് ജനങ്ങൾ കേട്ടോ. നമ്മൾ കയറി വന്നപ്പോൾ തന്നെ ഒരു 10 മണിക്ക് ആയിട്ടുണ്ടാവും. അപ്പോഴേക്കും കണ്ടില്ലേ ഞങ്ങൾ തിരക്ക് കണ്ടില്ലേ. അപ്പോൾ നമ്മളിതേ ഇങ്ങനെ വേഗം മുകളിൽ കയറി വരാണ്ട. മുകളിലെത്തുമ്പോൾ നമുക്ക് അത്യാവശ്യം വയ്യാണ്ടാവും. നമുക്കൊക്കെ ഈ പെണ്ണുങ്ങൾക്കെന്ന് പറയുക ഈ ചെറിയ കയറ്റം കയറുമ്പോഴേക്കും വയ്യാണ്ടാവും. അപ്പോൾ ഈ ശബരിമലയിൽ ഇത്രയും പെരുത്ത് വലിയ മലകളൊക്കെ കയറി ചെന്നെത്തുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ. പിന്നെ ശബരിമലയിൽ നമ്മുടെ അയ്യപ്പൻ കാത്തോളും കയറി ചെന്ന വഴിക്ക് തന്നെ അവിടെ മോരുവെള്ളം കൊടുക്കുന്നുണ്ടായല്ലോ. മോരുവെള്ളം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ മോരുവെള്ളം മേടിച്ച് കുടിച്ചു വിട്ടാം. പിന്നെ ആ സമയത്ത് അവിടെ കാത്തും അതും ചെറിയ രീതിയിൽ തല്ലായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാത്തൂന് മാധുവിന് വായിൽ വെച്ച് കൊടുക്കണം കൈയിട്ടിട്ട്. അപ്പോൾ മാധുവിനാണെങ്കിൽ ആ ക്ലാസ്സോടെ തന്നെ വേണം. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കുറേ അംഗത്തിൽ തൊഴാൻ കയറിട്ടോ. അത്യാവശ്യം നല്ല തിരക്കായതുകൊണ്ട് തന്നെ മാധുവിനെയും കാത്തൂനെയൊക്കെ പൊന്തിച്ച് നിന്നിട്ടാണ് കേട്ടോ നമുക്കിന്ന് ദൈവത്തിനെ കാണാൻ സാധിച്ചത്. അപ്പോൾ തൊഴുത് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ പോയത് പുനർജനിയിലേക്കാണ് കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ പ്രാവശ്യം കയറാമെങ്കിലും ഈ ഷഷ്ടി ദിവസത്തിൽ ഒരു നല്ല തിരക്കാവട്ടെ അതിനുള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറേ സ്വാമിമാരവിടെ കയറാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ മാധുവിന് നല്ല ആഗ്രഹം ഉണ്ടായി, ചേട്ടനും ആഗ്രഹം ഉണ്ടായി പുനർജനിയിൽ കയറണം കേട്ടോ. ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോഴാണെങ്കിൽ ചില ആൾക്കാർ കയറുന്നുണ്ട്, പറ്റാണ്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു കേട്ടോ, ദൈവമേ കയറാൻ പറ്റുമോ ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ ഈ ഫ്രണ്ടിൽ ഈ ചേട്ടൻ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് പോയി. പക്ഷേ ആൾക്ക് അവിടെ പകുതി എത്തിയപ്പോൾ പറ്റാണ്ട് ആൾ ഇറങ്ങി പോരാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ എനിക്ക് ചെറിയ രീതിയിൽ പേടി, ദൈവമേ ചേട്ടനൊക്കെ കയറി പോയിട്ട് പെടുമോ എന്നുള്ളത്. ഞാനൊക്കെ പിന്നെ കയറിപ്പോയി സിമ്പിളായിട്ട് ഇറങ്ങിയത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷേ ഞാൻ കയറിയില്ലെങ്കിൽ പേടിയാണ്. പിന്നെ അവിടെ സ്വാമിമാർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ കയറാൻ നിന്നില്ല കേട്ടോ. ഈ ചേട്ടൻ ഇങ്ങനെ അവിടെ വരെ പോയിട്ട് പകുതി എത്തുമ്പോൾ പറ്റാണ്ട് തിരിച്ചു വരുന്നുണ്ട് കേട്ടോ. പിന്നീട് പോയത് മാധുവും ചേട്ടനാണ് കേട്ടോ. അപ്പോൾ മാധു കയറുന്ന സമയത്ത് തന്നെ ഭയങ്കര സന്തോഷത്തോടെയൊക്കെ ആയിരുന്നു. ആൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ദൈവമേ ഈ ഗുഹയുടെ ഉള്ളിൽ കൂടെ ഒക്കെ പോകണമേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ആൾ കയറിയത്. അപ്പോൾ എനിക്ക് ചിരിച്ചിട്ടൊക്കെയാണ് പോകുന്നത് ആൾ. അപ്പോൾ 2 പേരും കയറി. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കയറേണ്ടൊക്കെ വീഡിയോ എടുത്ത് നിൽക്കുകയാണ് കേട്ടോ.
ഇവിടെ നിന്ന് കയറി പോകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ വലിയൊരു മോളിക്ക് കയറിയിട്ട് പിന്നെ അവിടെ കുറച്ച് ഗ്യാപ്പൊക്കെ ഇത്തിരി കൂടുതലുണ്ട്. അപ്പോൾ ഇവിടെ പോണ വരെ ഞാൻ നോക്കിയിരുന്നു കേട്ടോ. പിന്നെ ഇവർ ഏത് കൂടിയാണ് ഇറങ്ങേണ്ടതെന്ന് എനിക്ക് അറിയണ്ടായില്ല. പിന്നെ ഞാൻ അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോൾ അപ്പുവേണ്ട തല മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ടെൻഷനായി പെട്ടു എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ വേഗം മല പിടിച്ച് കയറി വന്നപ്പോൾ അപ്പുവേണ്ണ അവിടെ അങ്ങനെ കടക്കാൻ പറ്റാണ്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് അങ്ങനെ നിന്നൂട്ടാ. അപ്പോൾ ആളെ മുഖം കണ്ടാൽ അറിയാം, ആളും പേടിച്ച് ഞാനും പേടിച്ച് കൊച്ചു കരച്ചിലായിരുന്നു. അച്ഛാ കുടുങ്ങി അച്ഛാന്ന് പറഞ്ഞിട്ട്. സത്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ ഒരു വിശ്വാസം നല്ല പണ്ട് ഒരാൾ ഇതുപോലെ നമ്മുടെ ആറാശ്വരം ഇതിവിടെ പെട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ ഒരു വണ്ണുള്ള ചേച്ചി വരെ ഇതിൻ്റെ ഉള്ളിൽ കയറി കടന്നു വന്നിട്ടുണ്ട്. അത് നമ്മുടെ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ഭാഗ്യം അനുസരിച്ചിരിക്കും അങ്ങനെ കയറി പുറത്തേക്ക് വരാമെന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം അവിടെ ഒരു മതിൽമ കുറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കുറിയൊക്കെ തൊട്ട് കൊടുത്തു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. അപ്പോൾ ഇറങ്ങാൻ നേരത്ത് ഞാൻ പടിയിൽ അവിടെ വന്ന് നോക്കിയപ്പോഴാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ചെറിയ രീതിയിൽ വലിയ മലകളൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ ഞാൻ വേഗം ഒന്ന് സൂം ചെയ്തതാണ്. അത്യാവശ്യം നല്ല കയറ്റത്താണ് കേട്ടോ ആറാശ്വരം വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കയറുമ്പോൾ പിന്നെയും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് പേടി സത്യം പറയുമ്പോൾ ഇറങ്ങുമ്പോഴാട്ടാ. ഇറങ്ങുമ്പോഴെങ്ങാനും വല്ല കാൽമ തട്ടി അല്ലെങ്കിൽ വല്ല കല്ല് തട്ടി വീണിട്ടുണ്ടെങ്കിൽ നേരെ താഴ്ത്തിട്ടുമ്പോൾ നമ്മൾ നിൽക്കുള്ളൂ. അപ്പോൾ മാധവാണെങ്കിൽ വേഗം തന്നെ നടക്കുന്നുണ്ടായി. കണ്ടില്ല ഇപ്പോൾ കയറുന്നവരുടെയും ഇറങ്ങാറുന്നവരുടെയും തിരക്ക് കണ്ടില്ല. ശരിക്കും ഒരു ശബരിമല കയറുന്ന പോലെ. എന്നിട്ടാന്ന് മാധു ആണെങ്കിൽ സ്പീഡിൽ ഇറങ്ങി വരുന്ന വഴിക്ക് കാലും ഒരു മുള്ളു കയറിയിട്ടാ. അതും പറഞ്ഞുകൊണ്ട് പകുതിക്ക് വെച്ച് അവൾ എൻ്റെ ഒക്കത്ത് കയറിയതാണ്. താഴ്ത്തെത്തിപ്പിക്കുക അവൾ നേരെ ഓടിയത് ഐസ്ക്രീം വാങ്ങാനാണ് കേട്ടോ. പിന്നെ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഐസ്ക്രീമുകൾ ഇങ്ങനെ കുറേ വെറൈറ്റിയിൽ ഫോട്ടോസൊക്കെ വെച്ച് കാണുമ്പോൾ പിന്നെ പിള്ളേരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ. അങ്ങനെ എനിക്കും മാധുവിനും വേണ്ടിയിട്ടാണ് ഐസ്ക്രീം മേടിച്ചത്. ബട്ട് മാധുവിന് ഐസ്ക്രീം കിട്ടി. പക്ഷേ കാത്തുൻ്റെ എനിക്ക് ഐസ്ക്രീം കിട്ടാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ഏറ്റവും ഫസ്റ്റ് തരേ ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കൊന്ന് ചോദിക്കുമ്പോൾ ഒന്ന് ഞാൻ അങ്ങനെ തക്കം നോക്കി കുറച്ചായിട്ട് അവളെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ നേരെ ഇറങ്ങി വന്നപ്പോൾ ദേ ഇവിടെ താഴത്ത് കാവടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കാവടി കണ്ട് നിന്നു. പക്ഷേ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. വണ്ടി ബ്ലോക്കായി കിടക്കായിരുന്നു. നമുക്ക് വാസുപുരത്ത് പോൾ ഡോക്ടറെ അതോടെ പോയിട്ട് എൻ്റെ മേമരെ വീടുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് ക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവിടെ ഭയങ്കര ബ്ലോക്കാണ്. അപ്പോൾ എന്താ ചെയ്തു, ചേട്ടൻ പറഞ്ഞു മോളെ നീ ഒന്നും നോക്കണ്ട, വേഗം ഇറങ്ങി നടന്നോളൂ, വെയിലും കൊണ്ട് പിള്ളേരെ കൊണ്ട് നിർത്തണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ചേട്ടനാണെങ്കിൽ ഞങ്ങൾ ഇറങ്ങി അങ്ങോട്ട് കടന്നു വെയിലത്തുനിന്ന് മാറി നിന്നപ്പോൾ ചേട്ടൻ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വന്നത് ബ്ലോക്ക് മാറിയിട്ട്. മേമയുടെ വീട്ടിൽ വന്നിട്ട് ഷഷ്ടി പലഹാരങ്ങളൊക്കെ കഴിച്ചിട്ടോ. ഉണ്ണിയപ്പം ഉണ്ടായി, വട്ടയപ്പം ഉണ്ടായി, പിന്നെ വെള്ളവും കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായി, അതും കഴിച്ചു കിട്ടും. അതിനുശേഷം ഞങ്ങള് ആറേശ്വരം ഷഷ്ടിക്ക് വന്നിട്ട് ഇവിടെ മേമയുടെ വീടുണ്ട്. അപ്പൊ മേമയുടെ വീട്ടിൽ വന്നപ്പോ ഇവിടെ അമ്മയുണ്ട്. അമ്മ ഹായ് പറയാം എല്ലാവരുടെ അടുത്ത്. അമ്മാമി ചുമോട്ടെ, ചേച്ചി വാ. ഇതെന്റെ ചേച്ചിയാണ് കേട്ടാ. എങ്ങടാ? ആറേശ്വരി ഷഷ്ടിയാണ്. അങ്ങനെ ഞങ്ങൾ രാത്രിയും ഷഷ്ടി കാണാൻ വന്നു കേട്ടോ. അപ്പോൾ രാത്രിയാണ് ശരിക്കും കാണാൻ ആ ലൈറ്റ് കത്തുന്നതിൻ്റെ ഭംഗിയൊക്കെ കാണാനായിട്ട് കൂടുതൽ ഭംഗി രാത്രിയാണ് കേട്ടോ. അപ്പോൾ രാത്രി ഞങ്ങൾ പോന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ഷഷ്ടി പറമ്പിൻ്റെ അവിടെ കയറുന്ന അവിടേക്ക് സെറ്റുകളൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു സെറ്റുകളൊക്കെ നമുക്ക് തുടങ്ങണോടത്തുനിന്ന് വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ട് നേരെ അപ്പുകാരനെ അറിയാവുന്ന കുറേ സ്ഥലങ്ങൾ. അപ്പോൾ ആദ്യം പോയത് പാഞ്ചാലി മേളം കാണിക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ അത് എനിക്ക് വലിയ കുറിച്ച് അറിയുന്നില്ല. അപ്പോൾ ചേട്ടനൊക്കെ അത് കേട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് ഒരു 10 മിനിറ്റ് നേരം അത് കേട്ട് നിന്നു കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടങ്ങിയിട്ടുള്ളൂ, അതിൻ്റെ ഒരു താളം അങ്ങോട്ട് ആയി വരുന്നില്ല. അപ്പോഴേക്കും മാധുവിനൊക്കെ ഇത്തിരി താല്പര്യം കുറഞ്ഞു. മാധുവിനൊക്കെ കൂടുതൽ ഇഷ്ടം കാവടി കാണാനും കാര്യങ്ങളൊക്കെ അല്ലേ. അത് കാരണം കൊണ്ട് ഒരു 10 മിനിറ്റിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. എന്തായാലും ഒരു 2-3 മിനിറ്റ് നമുക്ക് പാഞ്ചാരി മേളം കേൾക്കാം കേട്ടോ.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോന്നു കേട്ടോ. അപ്പോൾ കൊട്ട് കേട്ട് പോകുന്നതാണ്, പക്ഷെ അവിടെ DJ ലൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ ഒരു 5 മിനിറ്റ് നേരം കേട്ട് നിന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ, വേറെ സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ വാസുപുരത്തിൽ നിന്ന് തിരിഞ്ഞു പോവില്ലേ, ആ വഴി പോകുമ്പോൾ അവിടെ ഒരു പന്തലുണ്ടെന്ന് പറഞ്ഞോട്ട് ചേട്ടൻ. അപ്പോൾ അവിടേക്ക് കാണാൻ പോവുകയാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഓരോ സെറ്റുകാരുടെ ഓരോ പരിപാടികൾ ഇങ്ങനെ അവിടെ സ്ഥലങ്ങൾ പോയി കാണാൻ പോകുന്നത്. സാധാരണ അമ്പലത്തിൽ വരുന്ന സമയത്ത് ഏത് സെറ്റുകാരാണ് ഉണ്ടാവാറ് അവരെ കണ്ടിട്ട് സാധാരണ പോവാറാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്രാവശ്യം വീഡിയോ കൂടി എടുക്കുന്നതല്ലേ എന്ന് വെച്ചിട്ട് എല്ലായിടത്തും പോയി കണ്ടു കേട്ടോ. ഇതാണ് കിഴക്കുമുറികാരുടെ പന്തൽ. കുഴപ്പമില്ല, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഉള്ളിൽ കയറിയിട്ട് 2 സെറ്റുകാരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ കാവടിയാട്ടം കൂടി കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ പോയിട്ടോ. എന്താണാവോ ഞങ്ങളെത്തി 2 മിനിറ്റ് കഴിപ്പിക്കുമ്പോൾ എല്ലാ സെറ്റുകാരുടെയും അപ്പോഴത്തെ ഒരു കൊട്ട് കഴിഞ്ഞ് അവർ വിശ്രമിക്കാനിരിക്കും കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിഞ്ഞ് വേറെ സ്ഥലത്തേക്ക്. ചില സ്ഥലത്തൊക്കെ സെറ്റുകൾ ഇങ്ങനെ തയ്യാറായി നിൽക്കുന്നുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ നേരെ ആറേശ്വരം നമ്മുടെ പോൾ ഡോക്ടർ അവിടെ വേറെ സെറ്റ് ഉണ്ടല്ലോ, അവിടേക്ക് പോകുന്നു കേട്ടോ. മേമേര അവിടെ അതൊക്കെ കുറച്ച് നേരം കണ്ടു. അങ്ങനെ സെറ്റുകാരുടെ പരിപാടികളൊക്കെ നമ്മൾ കാണാൻ പറ്റുന്നിടത്തോളം കണ്ടു കേട്ടോ. എത്രയും നല്ല ഇനിയും കുറേ ഉണ്ട്. പക്ഷെ നമ്മൾ 10 മണിയാകുമ്പോഴേക്കും നേരെ പോകുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞായറാഴ്ച ചേട്ടൻ്റെയും അതിന് കിട്ടുന്നില്ല. അപ്പോൾ വേഗം ഒന്ന് ഉറങ്ങണം എന്ന് വെച്ചിട്ട്. അപ്പോൾ വരുന്ന വഴിക്കാണ് ഈ ഒരു സംഭവം കണ്ടത്. അപ്പോൾ നമുക്കൊരു കൊതി തോന്നി നമ്മൾ വേഗം മേടിച്ചു കേട്ടോ. ഒരെണ്ണ മേടിച്ചുള്ള ഒരെണ്ണത്തിന് 50 രൂപയാണ്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അപ്പം തന്നെ വെള്ളം നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളം തയ്ച്ചപ്പോൾ അപ്പുറത്ത് തന്നെ കരിക്കിൻ ജ്യൂസിൻ്റെ കടയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം തന്നെ കരിക്കിൻ ജ്യൂസ് മേടിക്കാൻ പോയി. പക്ഷേ നമ്മൾ വാല്യൊന്നും ചോദിച്ചിട്ടുണ്ടായില്ല കേട്ടോ. 2 കരിക്കിൻ ജ്യൂസ് പറഞ്ഞു. അപ്പോൾ ഞാൻ വലിയ രീതിയിൽ വീഡിയോ ഒക്കെ എടുത്തു. പൈസ വെച്ചപ്പോഴാണ് 100 രൂപ, ഒരെണ്ണത്തിന് 50 രൂപ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാതിരി കഴുത്തിറക്കൽ. സാധാരണ നമ്മുടെ ഇവിടെയൊക്കെ മുന്നേക്ക് 20 അപ്പോൾ 30 രൂപയ്ക്കൊക്കെ കിട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇവർ ഈ ക്ലാസ്സിന് അവർ 50 രൂപയാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ കരിക്കിൻ ജ്യൂസും കുടിച്ചു ബൈ പറഞ്ഞ് ഞങ്ങൾ ഷഷ്ടിപ്പറമ്പിൽ നിന്ന് പോകുന്നു കേട്ടോ. ഞങ്ങൾ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.